ഹായ് SM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയയുടെയും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവർ മൂന്നുപേരും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 year ആയിട്ട് ഇവരോട് ജോലിക്ക് കയറിയപ്പോൾ അവർ ജോലിക്ക് ചെന്ന സമയത്ത് തന്നെ ദിയ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ബാങ്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം ഉണ്ടാവണ കാരണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ തന്നെ ക്യാഷ് ഇവരുടെ അക്കൗണ്ടിലേക്ക് കളക്ട് ചെയ്തിട്ട് വീക്കിലിയോ മന്ത്ലിയോ ദിയ വരുന്നതിനനുസരിച്ച് അത് ക്യാഷായിട്ട് ദിയയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നാണ് ഇവർ പറയണത്. പക്ഷേ അങ്ങനെ ദിയയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞെങ്കിൽ തന്നെ ദിയയുടെ ഉത്തരവാദിത്തമാണ് അത് വീക്കിലി മന്ത്ലിയും വന്നിട്ട് അവർക്ക് എത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ള കാര്യം എത്ര കളക്ഷൻ വന്നു എന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ദിയയുടെയാണ്. പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യം ദിയയ്ക്ക് എന്താണെന്ന് അറിയില്ല. ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ അതും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു കേസ് കൊടുത്തേക്കുന്നത്. ഇവർ ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിനെയാണ് തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത്. പക്ഷേ തട്ടിക്കൊണ്ടുപോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇവരെ ഇപ്പോൾ വലിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നല്ല ചെയ്തേക്കുന്നത്. ഇവർ അറിയാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതിനെയാണ് ഇവർ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അതും വലിയ കറക്റ്റായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് ഒരു 69 ലക്ഷത്തോളം ഇവർ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ ഈ 69 ലക്ഷത്തോളം പറ്റിച്ച ആൾക്കാർ എന്തിനിപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ഒരു 8 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും വേണ്ട, ഇതൊക്കെ ഒഴിവാക്കി പോവാം, പോട്ടെ, കേസൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടാമെന്നൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടാണോ ഒന്ന് ഇത് ഒഴിവാക്കി വിടാമെന്ന് വിചാരിച്ചേക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഇവർ ഈ 3 പേര് ഇതിൽ പറയുന്നുണ്ട് 8 ലക്ഷം രൂപ അവരോട് ചോദിച്ചു, ഇവരത് കൊടുത്തു. അപ്പോൾ എന്തിനാണ് ഇത് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഉൾട്ടടിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ സാധാരണക്കാരല്ലേ, ഇവർക്ക് നാണക്കേടും കാര്യങ്ങളും പേടിച്ച് ഇവർ കൊടുത്താന്ന് പറയുന്നത്. പക്ഷേ സാധാരണ ഒരാൾക്ക് 8 ലക്ഷം രൂപ പറയുമ്പോഴേക്കും എടുത്തു കൊടുക്കാനായിട്ട് കയ്യിൽ എവിടുന്നാന്നും നമുക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ലോൺ എടുക്കാനൊക്കെയാണെന്ന് വെച്ചാലും അതിനും ഒരു സാവകാശവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ഈ 8 ലക്ഷം രൂപ ഈ സാധാരണക്കാർക്ക് പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടിയെന്നും അറിയില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ് ദിയയുടെ ഫാമിലിയിലായാലും കൃഷ്ണകുമാർ എല്ലാവരും കൂടിയിട്ട് 3 പേരും കൂടി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് ഇവരൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇവർ ഇതൊക്കെ ക്യാഷ് അടിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് ഇവർ സമ്മതിക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വെറുതെ വന്ന ചാനലിൽ ഇങ്ങനെ ഉൾട്ടടിച്ച് കാര്യങ്ങൾ പറയണത്. പക്ഷേ ഇവർ ഓൾറെഡി കുറ്റസമ്മതം നടത്തി പിന്നെ ഇവിടുന്നോ പഠിച്ചു വെച്ച രീതിയിലാണ് ഇപ്പോൾ ആരുടെയൊക്കെയോ പഠിച്ചു വെച്ച രീതിയിലുള്ള പുതിയ കാര്യങ്ങളും ഇവർക്കെതിരെ കേസും കാര്യങ്ങളും ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് പറയുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ ആൾക്കാർ തന്നെ മുമ്പേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടും ഉള്ള വീഡിയോ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തി സമർപ്പിച്ചതാണെന്ന് പറയുന്നത്. പക്ഷേ ആ വീഡിയോ കണ്ടറിയാം അതിലൊരു ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവരെ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി നല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്ര ഡീസൻ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണ്ടല്ലോ, അത് ആലോചിക്കണം. അപ്പോൾ അത്രയും ഡീസൻ്റായാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ നമുക്കറിയാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൽ നിന്ന് കുറച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് അതും പറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ദേഷ്യം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ നല്ല മാന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് വലിയ ഭീഷണിപ്പെടുത്തി അടിച്ചു പിടിക്കുക ഒന്നുമല്ല ചെയ്യണത്, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചോദ്യത്തിൽ അവർ പതറി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അത് നമുക്ക് മുമ്പിൽ വീഡിയോ ആയിട്ട് അവർ എത്തിച്ചിട്ടുണ്ട്.
ഇവര് ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്കാനർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് പിന്നെ സ്വൈപ്പ് ചെയ്യണ മെഷീൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോണിലേക്ക് ഇവരുടെ ഗൂഗിൾ പേയിലേക്ക് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ദിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആലോചിച്ച് ഇത്രയൊക്കെ ക്യാഷ് പോകുമ്പോൾ അത് ഇപ്പോഴേ അത് മനസ്സിലാക്കണുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി കട നടത്തുമ്പോൾ നമുക്കറിയാലോ ഇത്രയൊക്കെ ഒരു സാധനങ്ങളുണ്ട്, നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും സംഭവങ്ങൾ കുറയുമ്പോൾ നോർമലി ഒരു മന്ത്ലി ഇത്ര ഒരു കച്ചവടം നടക്കും അല്ലെങ്കിൽ ഇത്ര ഒരു വരുമാനം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ദിയുടെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോവരുത്. നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു സംരംഭമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയും പോട്ടെ അല്ല 100 200 അല്ലെങ്കിൽ 1000 10,000 ആയാലും പിന്നെയും എന്തെങ്കിലും വിചാരിക്കാം. നമുക്കത് വലുതാണ്, പക്ഷെ അത് പിന്നെയും വിചാരിക്കുന്നത് ഇത്ര ലക്ഷങ്ങളൊക്കെ പോകുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വലിയൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതിന് പുറകെ പിന്നെ ഈ ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് വേറെയും ഒരു ഇടയ്ക്കൂടെ ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. ഇവർക്ക് സാലറി കൂടാതെ 5,000 രൂപ 10,000 രൂപയ്ക്ക് ഇൻക്രിമെൻറ്റ് കൊടുത്തു ഇവർ തന്നെ പറയുന്നു. ഏതൊരു സ്ഥാപനത്തിലാണ് അല്ല അങ്ങനെയല്ല, ജ്വല്ലറി പോലത്തെ ഒരു സ്ഥാപനത്തിൽ ഓൾറെഡി സാലറി ഉണ്ടോ, അതുകൂടാതെ 5,000 10,000 ഒക്കെ ഇൻക്രിമെൻറ്റ് കൊടുക്കണമെങ്കിൽ ദിയ അത്രയും കാര്യമായിട്ടല്ലേ അവരെ കെയർ ചെയ്യണത്. അതുപോലെ തന്നെ ദിയയ്ക്ക് ഇഷ്ടമല്ല, ഭയങ്കര വലിയ ബോസ്, പിന്നെ ഭയങ്കര താഴ്ന്ന ആൾക്കാരെ പോലെയാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്രയും വലിയ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത്രയും മോശപ്പെട്ട രീതിയിൽ കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പോൾ ഒരു സാലറി എന്തായാലും ഒരു മിനിമം ഒരു സാലറി ഉണ്ടാവും. പിന്നെ ഈ 5,000 രൂപ 10,000 രൂപയ്ക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്രയോ ജോലിക്കാരെ കിട്ടും, എത്രയോ പേരുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുന്നവർ. അപ്പം അതൊക്കെ പറയണത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊക്കെ ഭയങ്കര ബ്ലണ്ടറാന്നുള്ള കാര്യം. പിന്നെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് നമുക്ക് എന്തിലാവട്ടെ കിട്ടി കാശ് 8 ലക്ഷം 8 ലക്ഷം രൂപ വെച്ച് ഈ കേസ് വിട്ടുകളയാന്ന് വിചാരിച്ചാണ്. അതിപ്പോൾ എന്തത്രയും കാശിന് വിലയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളൊക്കെ ഒരാൾ 10 രൂപ അല്ലെങ്കിൽ 100 രൂപ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തോരം ദേഷ്യവും വിഷമം ഉണ്ടാവും. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ പറ്റിച്ച ആൾക്കാരോട് പോട്ട് 3 പെൺകുട്ടികളല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് വിട്ട് കളയാനുള്ള മനസ്സ് വലിയ മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാരെ പറ്റിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഏകദേശം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു എമൗണ്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളായിരിക്കും കുറവുള്ളത്. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറയ്ക്കാനുണ്ടാവും. അപ്പോൾ അത് വേറെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ദിയയുടെ ഈ ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് ഭയങ്കര ഒരു നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാലും ഭയങ്കര സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ഈ ടൈമിൽ കടന്നു പോകുന്നത്. കാരണം 8 മന്ത് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സന്തോഷത്തിൻ്റെ ഒരു സമയമായിരിക്കാം. ആ സമയത്ത് തന്നെ ഈ ഒരു ഇഷ്യൂ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്തെന്ന് പറഞ്ഞാലും ആളെത്ര നമ്മൾ നോക്കുമ്പോൾ ദിയ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു, ഫാമിലി എല്ലാവരും കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഈ എല്ലാവരോടും മറുപടി പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോലും ടെൻഷനും അതിൻ്റെ എന്ത് ന്യായം അവരുടെ ഭാഗത്തായാലും എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി അത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള സത്യം എന്തായാലും തെളിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ ജോലിക്കാരെ വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. ചിലർ ജോലിക്കാരെ സ്വന്തം നമ്മുടെ ഫ്രണ്ട്സ് പോലെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നല്ലോണം വിശ്വസിച്ച് ഏൽപ്പിക്കും. അത് ചിലരുടെ സ്വഭാവമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഇത് മുന്നോട്ട്, കാരണം അവർക്ക് ബിസി ലൈഫായിരിക്കും, ചിലപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. പക്ഷെ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തത് ദിയുടെ മിസ്റ്റേക്കാണ്, അതിന് ന്യായീകരിക്കണതല്ല, പറയാണ്. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് കാണുമ്പോൾ ഇതിന് പണിഷ്മെൻറ്റും കാര്യങ്ങളും പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ ഇത്രയും ചെയ്തിട്ട് ഈ സത്യക്ക് സമ്മതിച്ച വീഡിയോ ഒക്കെ കയ്യിലുണ്ടായതിന് ശേഷം വീണ്ടും പോയി ഇതിനെ ന്യായീകരിച്ച് ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കണമെങ്കിൽ എന്തോരം ധൈര്യം, എന്തോരം ഇതിന് പുറകിൽ അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പക്ഷെ ഇവർ ഇത് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരായ കാരണം ഇവർക്ക് ചീത്തപ്പേര് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവർ
8 ലക്ഷം രൂപ കൊടുത്തു കൃഷ്ണകുമാറിന്. പക്ഷേ പിന്നീട് കേസ് കൊടുത്ത സമയത്തൊന്നും ഈ 8 ലക്ഷം രൂപ കൊടുത്തതിനെ കുറിച്ച് ഒരു കേസൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വക്കീലിനോട് പറഞ്ഞു പഠിച്ചതിന് ശേഷം പിന്നെ കോടതി അവധിയാണ്, ഇനി അടുത്ത ദിവസങ്ങൾ കേസ് കൊടുക്കുക, അങ്ങനെ പല ഉടായ്പാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും 90% എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫുൾ ഉടായ്പ എന്നുള്ള കാര്യം തുടക്കം തൊട്ടേ വ്യക്തമാണ്. പിന്നെ എന്തിൻ്റെ പേരിൽ എന്തൊരു ധൈര്യത്തിലാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കാര്യം ഒരു ജോലിയും കൊടുത്തു, ഇത്രയും ഇൻക്രിമെൻറ്റും കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും ഇവർക്കെതിരായിട്ട് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പിടിക്കുമ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുക. പിന്നെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോനെ കുറിച്ച് പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എനിക്കറിയാം കുറേ പേർക്ക് ഇങ്ങനത്തെ വെറുതെ ഇങ്ങനെ കണ്ടതിൻ്റെ ജീവിതം ഇട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എനിക്ക് സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇതെന്തായി അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ കുറച്ച് പേരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ കാണാം. അല്ലാത്തവർക്ക് വെറുതെ തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യമാണ്, അപ്പോൾ വേണ്ട, അത് അവസാനിപ്പിച്ച് പോവാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.